നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർണാടക ഹാസനിൽ കൃഷിയിടത്തിൽ അടിമവേല. ഒരു മലയാളിയടക്കം 18 തൊഴിലാളികളെ കർണാടക പോലീസ് രക്ഷപ്പെടുത്തി. കാസർഗോഡ് ചിറ്റാരിക്കാൽ പരപ്പച്ചാലിൽ ലോറി പുഴയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. തമിഴ്നാട്ടിൽ നിന്ന് വളവുമായി വന്ന ലോറിയാണ് മറിഞ്ഞത്. ആരിക്കാടി ടോൾ പ്ലാസ ഇനിയും പൊളിച്ചു മാറ്റാത്തത് വാഹന ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. അപരിചിതരായ ഡ്രൈവർമാർ ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങൾ നിർത്തുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അടുത്തെത്തുമ്പോഴാണ് ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നില്ലെന്ന കാര്യം അറിയുന്നത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണവും അനുമോദനവും നൽകി. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യമൊരുക്കുമെന്ന് ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ മധുകർ റാവു. ശ്രീ മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്രകളെത്തി. ദേശീയ ലങ്കടി ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം നേടിയവർക്കും പരിശീലകർക്കും കാസർഗോഡ് ജില്ലാ ലങ്കടി അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. വാർത്തകൾ വിശദമായി. കർണാടക ഹാസനിൽ കൃഷിയിടത്തിൽ അടിമവേല. ഒരു മലയാളിയടക്കം 18 തൊഴിലാളികളെ കർണാടക പോലീസ് രക്ഷപ്പെടുത്തി. പുത്തികൈ സ്വദേശി ഉദയനെയാണ് കർണാടക പോലീസും റവന്യൂ വിഭാഗവും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. വ്യാഴാഴ്ച ഹാസൻ ജില്ലയിലെ കൃഷിയിടത്തിലെ ഷെഡിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തിയ കർണാടക സ്വദേശിയായ തൊഴിലാളിയുടെ മാതാവ് നൽകിയ പരാതിയിലാണ് നടപടി. 18 തൊഴിലാളികളിൽ മലയാളിയായ പുത്തിക ബേലൂർ സ്വദേശി ഉദയനെയും രക്ഷപ്പെടുത്തിയിരുന്നു. ഉദയനെ കാസർഗോഡ് ജില്ലാ അധികൃതർക്ക് കൈമാറി. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ നിരവധി തൊഴിലാളികളെ നിയമവിരുദ്ധമായി തടവിലാക്കിയിട്ടുണ്ടെന്നും വേതനമില്ലാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പുമായി സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് 18 അടിമ തൊഴിലാളികളെ വിജയകരമായി രക്ഷപ്പെടുത്താൻ സാധിച്ചതെന്ന് ഹസൻ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് എം തമ്മയ്യ പറഞ്ഞു. ഇരകളിലൊരാളായ ഈരന്നയുടെ കുടുംബം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടികൾ. ഹാസൻ ജില്ലയിലെ ബേലൂർ താലൂക്കിലെ ജൂട്ടനഹള്ളി ഗ്രാമത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. തൊഴിലാളികളെ ഒരു ഷെഡിലാണ് താമസിപ്പിച്ചിരുന്നത്. പുറത്തേക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഇഞ്ചിപ്പാടത്ത് ജോലി ചെയ്യാൻ ഇവരെ നിർബന്ധിക്കുമായിരുന്നു. കൂടാതെ കാവലിന് ആളുകളെ നിർത്തിയായിരുന്നു അടിമവേല. അവിടെ നിങ്ങളെ ജോലി സ്ഥലത്ത് ഈ താമസിക്കുന്ന സ്ഥലത്തും ജോലി സ്ഥലം അടുത്ത് തന്നെയാണ്? അടുത്തടുത്താണ്. അപ്പൊ അവരെങ്ങനെ കൊണ്ടുപോകും? വണ്ടിയിലോ പിക്കപ്പ് ജോലി കഴിഞ്ഞ് തിരിച്ചു മുറിയിൽ കൂട്ടി വൈകുന്നേരം ആകുമ്പോ അത് കൂട്ടിരും. രാവിലെ 6 മണിക്ക് രാവിലെ വന്ന് പിക്കപ്പിൽ ഈ പിക്കപ്പിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക, അങ്ങനെ ഒന്നും ചെയ്തില്ല? ആൾക്കാരും ഒരു യാത്രയുണ്ട്, അപ്പൊ ആ സമയത്ത് നിർത്താൻ രക്ഷപ്പെടാൻ സംവിധാനം ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഒന്നുമില്ല. പണിന്റെ അടുത്ത് പോയി പണിന്റെ അടുത്ത് പിന്നെ തല്ലു. പണി ജോലി ചെയ്തില്ലെങ്കിൽ അവൻ തല്ലു. രക്ഷപ്പെടാൻ ശ്രമിച്ചാലും തല്ലു. അതായത് നിങ്ങൾ പണി ചെയ്ത് നോക്കാൻ ആളുണ്ട്, ഒരു ഫാമിലി അടക്കമുണ്ട്. ഫാമിലി അടക്കമില്ലെങ്കിൽ 3 പേര്, ഒരു പാർട്ട്ണർ, അളിയനും പിന്നെ പെണ്ണുങ്ങൾ വീട്ടുകാർ വാങ്ങാൻ കഷ്ടത്തിന് വിളിച്ച് ചാടും. കഷ്ടം ശരിക്കും തരില്ല, അടിക്കോ? കഷ്ടം തരില്ല. തൊഴിലുടമയുടെ നടപടി മനുഷ്യാവകാശങ്ങളുടെയും ബോണ്ടഡ് ലേബർ സിസ്റ്റം നിയമത്തിന്റെയും വ്യക്തമായ ലംഘനമായതിനാലാണ് നടപടി ശക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചിറ്റാരിക്കാൽ പരപ്പച്ചാലിൽ ലോറി പുഴയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. തമിഴ്നാട്ടിൽ നിന്ന് വളവുമായി വന്ന ലോറിയാണ് മറിഞ്ഞത്. പരിക്കേറ്റവരെ നീലേശ്വരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറിയിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെള്ളരിക്കുണ്ട് മുക്കട പരപ്പച്ചാലിൽ ശനിയാഴ്ച രാവിലെ 7:30 മണിയോടെയാണ് അപകടമുണ്ടായത്. വളവുമായി വരികയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ലോറിയിലുണ്ടായിരുന്ന കാഞ്ഞങ്ങാട് ഞാണിക്കടവ് സ്വദേശികളായ അഷ്കർ, മൊയ്തു, തമിഴ്നാട് സ്വദേശി വരദരാജ് എന്നിവർക്ക് പരിക്കേറ്റു. മൊയ്തുവിനെ നീലേശ്വരത്തെ സഹകരണ ആശുപത്രിയിലും
അഷ്കറിനെയും വരദരാജിനെയും കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പുഴയിൽ വെള്ളം കുറവായതിനാലാണ് വലിയ അപകടം ഒഴിവായത്. നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആരിക്കാട് ടോൾ പ്ലാസ ഇനിയും പൊളിച്ചു മാറ്റാത്തത് വാഹന ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. അപരിചിതരായ ഡ്രൈവർമാർ ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങൾ നിർത്തുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അടുത്തെത്തുമ്പോഴാണ് ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നില്ലെന്ന കാര്യം അറിയുന്നത്. ഇത് ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നതായാണ് പരാതി. ഒട്ടേറെ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികളുടെ വിവാദങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ദേശീയപാത ആരിക്കാടിയിലെ പ്രവർത്തനം നിലച്ച ടോൾ പ്ലാസ വാഹന ഡ്രൈവർമാരിൽ ഇപ്പോഴും സംശയമുണർത്തുന്നു. എന്താണ് ടോൾ പ്ലാസ പൊളിച്ചു മാറ്റാത്തതെന്നാണ് വാഹന ഡ്രൈവർമാരും യാത്രക്കാരും ചോദിക്കുന്നത്. ദേശീയപാതയിലൂടെ സാമാന്യം നല്ല വേഗത്തിൽ വരുന്ന അപരിചിതരായ ഡ്രൈവർമാർ ടോൾ പ്ലാസ കാണുമ്പോൾ ബ്രേക്കിൽ അമർത്തി ചവിട്ടുകയാണ്. പ്ലാസയുടെ അടുത്തെത്തിയാൽ മാത്രമേ ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നില്ലെന്ന് മനസ്സിലാകൂ. ഡ്രൈവർമാരിൽ സംശയത്തിനിടയാക്കുന്ന ടോൾ പ്ലാസയുടെ അനുബന്ധ സാമഗ്രികൾ പൊളിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. മാത്രമല്ല, റോഡരികിലൂടെ നടന്നുവരുന്ന വഴിയാത്രക്കാർക്കും പ്ലാസ തടസ്സമാണ്. ദേശീയപാത 66 തലപ്പാടി ചെങ്കള റീച്ചിൽ ആരിക്കാടിയിൽ നിർമ്മിച്ച താൽക്കാലിക ടോൾ പ്ലാസ ഫെബ്രുവരിയിലാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ നവംബറിൽ ടോൾ പിരിവ് ആരംഭിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വിജ്ഞാപനം പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ശക്തമായ സമരപരിപാടികൾ നടന്നിരുന്നു. AK മഷ്റഫ് MLAയുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ജനകീയ സമരസമിതിക്ക് രൂപം നൽകുകയും അനിശ്ചിതകാല സമരം നടത്തുകയും ചെയ്യുകയുണ്ടായി. തലപ്പാടിയിൽ ടോൾ പ്ലാസ നിലവിലുണ്ടായിരിക്കെ 20 കിലോമീറ്റർ പരിധിയിൽ മറ്റൊരു പ്ലാസ നിർമ്മിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന നിലപാടിലായിരുന്നു കർമ്മസമിതി. ഒടുവിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ടോൾ പ്ലാസ നിർത്തലാക്കി ഉത്തരവിറക്കി. ഇതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് ജനപ്രതിനിധികളും കേന്ദ്രം ഭരിക്കുന്ന BJPയും രംഗത്തുവന്നു. സാമൂഹിക മാധ്യമങ്ങളിലും വിവാദം പിന്നീട് കൊഴുത്തു. എല്ലാറ്റിനും മൂകസാക്ഷിയായി ആരിക്കാട് ടോൾ പ്ലാസ ഇന്നും നിലനിൽക്കുന്നു, പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ. ന്യൂസ് ബ്യൂറോ, കുമ്പള. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണവും അനുമോദനവും നൽകി. കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബിഗ് മാളിൽ നടന്ന പരിപാടിയിൽ COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് M രാജ്മോഹൻ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷുക്കൂർ കൊളിക്കര, COA സംസ്ഥാന കമ്മിറ്റി അംഗം M ലോഹിതാക്ഷൻ എന്നിവർക്കാണ് സ്വീകരണവും അനുമോദനവും ഒരുക്കിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം M ലോഹിതാക്ഷൻ അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയവർ മറുമൊഴി ഭാഷണം നടത്തി. ആദ്യമായാണ് ഞങ്ങൾക്ക് ഒരു സ്വീകരണം ഇപ്പോൾ നമ്മുടെ ജില്ലകളിൽ ആദ്യത്തെ സ്വീകരണമാണ് ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് നൽകിയത്. തീർച്ചയായും ഓരോ സ്വീകരണങ്ങളും, ഓരോ അനുമോദനങ്ങളും, ഓരോ അംഗീകാരങ്ങളും, ഓരോ കയ്യടികളും അത് നമുക്ക് നൽകുന്ന പ്രചോദനം, നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. തീർച്ചയായും അതിന് മുൻകൈയെടുത്ത ഈ ജില്ലയുടെ ഭാരവാഹികളെ എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സംഘടനയുടെ 2 വർഷക്കാലത്തെ പ്രവർത്തനത്തിന് നവീകരിച്ചുകൊണ്ട് ഒരു പുതിയ ഊർജം ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് നമ്മുടെ സമ്മേളനങ്ങൾ. അത് മേഖലാതലം മുതൽ പുതിയ ഭാരവാഹികളെ കണ്ടെത്തിക്കൊണ്ട് ജില്ലയിലും സംസ്ഥാനത്തും ഇത്തരം സ്വയം വിമർശനപരമായിട്ടുള്ള ഒരു വിലയിരുത്തലുകളും ഭാവി പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യുന്ന വേദികളുമാണ് നമ്മുടെ സമ്മേളനങ്ങൾ. ആ അർത്ഥത്തില് അടുത്ത 2 വർഷക്കാലത്തേക്ക് ഈ സംഘടനയെയും കമ്പനിയെയും നയിക്കുന്നതിനുള്ള ഭാരവാഹികളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി കാസർഗോഡ് ജില്ലയിലാണ് ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും
ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ച് തുടക്കം ഏറെ ഗംഭീരമാണ്. ഒരു ജില്ലയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ജില്ലയെ കുറിച്ച് കേൾക്കുന്ന വാക്കുകളൊക്കെ തന്നെ മനസ്സിനേറെ സന്തോഷകരവും ഈ സംഘടനയെ സംബന്ധിച്ച് അഭിമാനകരമാകുമ്പോൾ നമുക്ക് സന്തോഷത്തിന്റെ മധുരം ഇരട്ടിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘടനയെ സംബന്ധിച്ച് ഈ കാസർഗോഡ് ജില്ല ഈ സംസ്ഥാനത്തിന് നൽകിയ സംഭാവനയെ കുറിച്ച് എന്നും ഓർക്കുവാനും അഭിമാനിക്കുവാനുമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ സമ്മേളന കാലയളവിൽ നമുക്ക് ഒട്ടേറെ അംഗീകാരങ്ങൾ സംസ്ഥാന ലെവലിൽ നേടിയെടുക്കാനായി. തീർച്ചയായിട്ടും അതിൽ ഏതാണ് മെച്ചപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഓരോന്നും ഓരോ രീതിയിൽ മെച്ചപ്പെട്ടത് തന്നെ എന്നാണ് അഭിപ്രായം. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് തുടരേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ചുമതലക്കാരന് കൂടിയായിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഇവിടെ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കപ്പെടുകയുണ്ട്. നേരത്തെ സ്വകാര്യ സംഭാഷണത്തിലും അതുപോലെ പ്രസംഗത്തിലും പ്രസിഡന്റ് സൂചിപ്പിച്ച MSP തലത്തിലേക്ക് ഉയരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആത്യന്തികമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ക്ലസ്റ്റർ സംവിധാനം തന്നെയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജില്ലാ കമ്പനി നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി ഒരു തുടക്കം കുറിച്ചതാണ് ശ്രീ രാജ്മോഹന്റെ നേതൃത്വത്തിൽ തന്നെ. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് അത് വേണ്ട രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2012 കണ്ണൂർ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറായത്. അതിൽ നിന്നിങ്ങോട്ട് 15 വർഷത്തോളം ഈ ജില്ലക്കകത്ത് ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന പദവി, സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ തന്നിട്ടുള്ള ഒരു സഹകരണം കൊണ്ടുകൊണ്ട് മാത്രമാണ്. നമ്മൾ 2012 ഞാൻ സംസ്ഥാന കമ്മിറ്റി അറിയാവുന്നതൊക്കെ അറിയാം. ഞാൻ 3 ടേം ജില്ലാ സെക്രട്ടറിയായി, 2 ടേം ജില്ലാ ട്രഷററായി, 2 ടേം മേഖലാ സെക്രട്ടറിയായി. 2019 മുതൽ ഞാൻ KCCയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ്. ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ ഒരു വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് സംഘടന എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യമറിയുന്ന നെറ്റ്വർക്കിന്റെ ഒരു ടെക്നിക്കൽ ഡയറക്ടറായി, ഞാനൊരു ടെക്നോക്രാറ്റ് ഒന്നല്ല എങ്കിലും ഒരു ടെക്നിക്കൽ ഡയറക്ടറായി പ്രവർത്തിക്കാനുള്ള ഒരു അസുലഭ ഭാഗ്യമാണ്, മുഹൂർത്തമാണ് എന്നിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ചടങ്ങിൽ COE ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ സ്വാഗതവും COE ജില്ലാ ട്രഷറർ വിനോദ് കുമാർ P. നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ വിജയികൾക്കുള്ള ജില്ലാതല സമ്മാന വിതരണം നടന്നു. നഗരസഭാ ചെയർമാൻ VV രമേശൻ പരിപാടിയുടെ ഉദ്ഘാടനവും സമ്മാന വിതരണവും നിർവഹിച്ചു. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ വിജയികൾക്കുള്ള ജില്ലാതല സമ്മാന വിതരണം നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ സമ്മാന വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ സംഘടനയുമായിട്ട് എനിക്ക് വലിയ നല്ലൊരു ഞാൻ കുടുംബത്തിലെ അംഗം പോലെയാണ്. ഏത് പരിപാടിക്കും നിങ്ങളോടൊപ്പം ചേരാനും എനിക്കൊരു അവസരം ഉണ്ടാകുന്നുണ്ട്. അത് ചെയർമാനായാലും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എപ്പോൾ വിളിച്ചാലും ഉപദർശിനി അതുപോലെ തന്നെ മോഹനാട്ടനൊക്കെ നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പോൾ ആ നിലയിൽ കോർപ്പറേറ്റുകളോട് മത്സരിക്കുകയാണ്, കുത്തകകളോട് മത്സരിക്കുകയാണ്. കേരളത്തിൻ്റെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ യശസ് ഉയർത്തുകയാണ് നിങ്ങളുടെ നാമകരണത്തിലൂടെ. നമ്മുടെ സ്വന്തം നെറ്റ്വർക്ക് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയത്തക്ക നിലയിലേക്ക് കേരള വിഷൻ്റെ പ്രവർത്തനം പുരോഗമിക്കുന്നതിൽ
അതിയായ സന്തോഷം അറിയിക്കുകയാണ്. കാഞ്ഞങ്ങാട് ഞങ്ങളുടെ ഏത് സംരംഭം വരുമ്പോഴും നിങ്ങൾക്ക് ഞങ്ങൾ ബ്ലാങ്ക് ചെക്ക് ചെയ്യുകയാണ്. ഏത് പരിപാടിയും കാഞ്ഞങ്ങാട് നിങ്ങൾ നടത്താൻ ഏറ്റെടുത്താൽ അത് ഭംഗിയായി നടത്തി തരാനും അത് നമുക്ക് കൂട്ടായ്മയോടുകൂടി കേരളത്തെ അറിയിക്കാനും കഴിയത്തക്ക നിലയിലേക്ക് കാഞ്ഞങ്ങാട് നിങ്ങൾക്കൊരു സ്പേസ് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് എന്നത് നിങ്ങളുടെ ആഗ്രഹിക്കുക. റംഷീന കാഞ്ഞങ്ങാട് 1ാം സമ്മാനത്തിനും ദിവ്യ എം കാഞ്ഞങ്ങാട് 2ാം സമ്മാനത്തിനും അർഹയായി. 1ാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ റംഷീനയ്ക്കും 2ാം സമ്മാനമായ സ്മാർട്ട് TV എം ദിവ്യയ്ക്കും നഗരസഭാ ചെയർമാൻ നൽകി. വർഷങ്ങളായിട്ട് കേരള വിഷൻ്റെ കസ്റ്റമറാണ്. ഏത് സമയത്തും സുഭാഷ് ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിച്ചു തരുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ മത്സരം ഉണ്ടെന്നുള്ളത് കാര്യം അറിയില്ലായിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. കിട്ടിയതിൽ സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രത്തോളം നല്ലൊരു അവാർഡ് കിട്ടിയതിൽ. പിന്നെ ഇതിൻ്റെ സർവീസും കാര്യമെല്ലാം നെറ്റും അതായാലും എല്ലാം പെർഫെക്റ്റ് ആണ്. ഒരുപാട് സന്തോഷമുണ്ട് കിട്ടിയതിൽ. നമസ്കാരം. കേരള വിഷൻ കണക്ട് ആൻഡ് വിന്നിൻ്റെ വിന്നറാണ്. 2ാം സമ്മാനമായിട്ടുള്ള TV ആണ് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുള്ളത്. കുറച്ച് വർഷങ്ങളായിട്ട് വീട്ടിൽ കേരള വിഷൻ കണക്ഷനാണ് എടുത്തിരിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും നല്ല രീതിയിലായതുകൊണ്ട് തന്നെ ചാലിങ്കാലിലേക്ക് പുതിയൊരു കണക്ഷൻ ആവശ്യമായിട്ട് വന്നപ്പോൾ ഭർത്താവ് ആദ്യം സമീപിച്ചത് പെരിയയിലുള്ള കേരള വിഷനെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സമ്മാനം അടിച്ചിരിക്കുന്നത്. ഏത് സമയത്തും വിളിച്ചാൽ കേരള വിഷൻ്റെ ആൾക്കാർ വീട്ടിലേക്ക് എത്തി നെറ്റ്വർക്ക് കണക്ഷനുകളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരിയാക്കി തരുന്നതാണ്. അതുകൊണ്ടാണ് കേരള വിഷനെ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട്ടെ കേരള വിഷൻ ഓപ്പറേറ്റർ സുഭാഷ് പിയുടെ ഉപഭോക്താവാണ് 1ാം സമ്മാനത്തിന് അർഹയായ റംഷീന. പെരിയയിലെ കേരള വിഷൻ ഓപ്പറേറ്റർ TV പ്രകാശിന്റെ ഉപഭോക്താവാണ് 2ാം സമ്മാനത്തിന് അർഹയായ എം ദിവ്യ. CUA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KCCL ഡയറക്ടർ എം ലോഹിതാക്ഷൻ സ്വാഗതം പറഞ്ഞു. CUA സംസ്ഥാന സെക്രട്ടറി സുരേഷ് PB, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം രാജ്മോഹൻ, CUA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷുക്കൂർ കോളിക്കര, ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ VV, സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോഹിതാക്ഷൻ, ജില്ലാ ട്രഷറർ വിനോദ് P, CCN ചെയർമാൻ പ്രദീപ് കുമാർ M, CCN MD TV മോഹനൻ, മേഖലാ സെക്രട്ടറി പ്രകാശ് P എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് നിന്നും ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവ സന്നിധിയിലേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. നിരവധി ഭക്തജനങ്ങൾ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായി. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് നിന്നും ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവ സന്നിധിയിലേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന സ്ഥാനികരും ദേവസ്ഥാന ഭാരവാഹികളും ഭക്തജനങ്ങളും കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായി. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടുകൂടിയാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ആചാര്യ വരവേൽപ്പ് ഭക്തിയുടെ നിറവിൽ നടന്നു. ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. ബ്രഹ്മശ്രീ ശ്രീധരൻ വാരിക്കാട്ട് തായരെ വെള്ളിക്കൂത്ത് ടൗണിൽ നിന്നും പൂർണ്ണ കുംഭത്തോടും പഞ്ചവാദ്യങ്ങളോടും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് ആചാര്യ വരവേൽപ്പ് നടത്തി.
തുടർന്ന് മധുരക്കാട് ഷിജിൽ പണിക്കരും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനസുധയും പ്രദേശത്തെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ശ്രദ്ധേയമായി. നിരവധി ഭക്തജനങ്ങളാണ് നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ ക്ഷേത്ര സന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒഴിഞ്ഞവളപ്പ് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം ഒരു വർഷം നീണ്ട പരിപാടികളോടെ നടത്തും. പ്രതിഭോത്സവം എന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒഴിഞ്ഞവളപ്പ് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഗോൾഡൻ ജൂബിലി ആഘോഷം പ്രതിഭോത്സവം 2026 ഏപ്രിൽ മുതൽ 2027 ഏപ്രിൽ വരെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷങ്ങൾ പ്രതിഭോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് രൂപീകരിച്ച സംഘാടക സമിതിയാണ് ഇന്നിവിടെ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. 1976 പ്രതിഭ ഒഴിഞ്ഞവളപ്പ് നാടക രചനയിലൂടെയും അവിടുത്തെ പ്രദേശത്തെ കലാകാരന്മാർ നാടകം എഴുതിയും അവതരിപ്പിച്ചുമാണ് ഈ കലാ സാംസ്കാരിക കൂട്ടായ്മയെ വളർത്തിയെടുത്തത്. അതിലേക്ക് ഏപ്രിൽ മാസത്തോടുകൂടി 50 വർഷം പൂർത്തീകരിക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് പ്രതിഭോത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഏപ്രിൽ 19-ാം തീയതി അതിൻ്റെ ഒരു പരിപാടികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെ രൂപീകരിച്ചിട്ടുള്ള സംഘാടക സമിതിയുടെ ചെയർമാൻ പി.കെ. നിശാന്ത്, അതുപോലെ തന്നെ ക്ലബിന്റെ പ്രസിഡന്റും സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറുമായിട്ടുള്ള ഒ.വി. മോഹനൻ. 19 രാവിലെ 10 മണിക്ക് സംഘാടക സമിതി ചെയർമാൻ പി.കെ. നിശാന്ത് പതാക ഉയർത്തും. വൈകിട്ട് വിളംബര ഘോഷയാത്ര. 20 വൈകിട്ട് 6 മണിക്ക് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ നിർവഹിക്കും. പി.കെ. നിശാന്ത് അധ്യക്ഷനാവും. സപ്ലിമെന്റ് പ്രകാശനം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ നിർവഹിക്കും. അഡ്വക്കേറ്റ് കെ. രാജ്മോഹൻ, എൻ. ബാലകൃഷ്ണൻ, സി. കെ. ബാബുരാജ്, രാജ്മോഹൻ നീലേശ്വരം, എ. ശബരീശൻ, ഒ. വി. സുനിൽ, പി. അബൂബക്കർ, സി. എച്ച്. ശ്രീകാന്ത് എന്നിവർ സംസാരിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളും വിപുലവുമായ പരിപാടിയാണ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഔപചാരികമായ തുടക്കമാണ് ഈ ഏപ്രിൽ 19 മുതൽ നമ്മൾ തുടക്കം കുറിക്കുന്നത്. ഏപ്രിൽ 19 വിളംബര ഘോഷയാത്ര, 20-ാം തീയതി അതിന്റെ ഉദ്ഘാടന പരിപാടി നമ്മുടെ മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ പങ്കെടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അന്ന ദിവസം മാടൻ മോക്ഷം എന്ന് പറയുന്ന ഇപ്പോൾ വളരെ പ്രസിദ്ധമായി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാടകമാണ്. ഒരു തിയേറ്ററിംഗ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാടൻ മോക്ഷം എന്ന പരിപാടിയോടുകൂടിയാണ് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. 20 കഴിഞ്ഞാൽ 21, 22, 23 തീയതികളിലായി 3 ദിവസങ്ങൾ കൂടി വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം അതിന്റെ ഭാഗമായി 21-ാം തീയതി ആ പ്രദേശത്തെ വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകൾക്കുള്ള ആദരവും അനുമോദനവും ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ്. ഒ. വി. മോഹനൻ സ്വാഗതവും ഒ. വി. അഖിൽ നന്ദിയും പറയും. തുടർന്ന് ആലപ്പുഴ മരുതം തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന നാടകം മാടൻ മോക്ഷം 21 വൈകിട്ട് 6 മണിക്ക് അനുമോദന ആദര സമ്മേളനം ഡോക്ടർ വി.പി. മുസ്തഫ ഉദ്ഘാടനം ചെയ്യും. സുമേഷ് പുളിക്കാൽ അധ്യക്ഷത വഹിക്കും. വി. സുകുമാരൻ, എം. രാജീവൻ, സുമിത ബിജുരാജ് എന്നിവർ സംസാരിക്കും. എൻ. വി. രജീഷ് സ്വാഗതവും സൗമ്യ ലതീഷ് നന്ദിയും പറയും. ഒഴിഞ്ഞവളപ്പിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാസന്ധ്യയും അരങ്ങേറും. 22 വൈകിട്ട് 7 മണി മുതൽ അഖില കേരള വടംവലി മത്സരം നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ പി.കെ. നിശാന്ത്, കൺവീനർ ഒ. വി. മോഹനൻ, പ്രദീപൻ മരക്കാപ്പ്, എൻ. വി. രജീഷ്, എൻ. വി. പവിത്രൻ ഞാണിക്കടവ്, കെ. വിനോദ്, സി. കെ. ബിജുരാജ്, ഒ. വി. അഖിൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉപ്പിലികൈ മാടം ശ്രീ വേട്ടിക്കുരുമകൻ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം അരങ്ങിലെത്തി. കലാപരിപാടികളും നടന്നു.
കടമ്പനാടം ശ്രീ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി പുലിയൂർക്കണ്ണൻ, ഊർപ്പഴച്ചി, മാമുണ്ടനാട്ട വേട്ടയ്ക്കൊരുമകൻ ഈശ്വരൻ തെയ്യങ്ങളുടെ വെള്ളാട്ടവും പുലിയൂർ കാളിയമ്മയുടെ കുളിച്ചുതോറ്റവും നടന്നു. തുടർന്ന് കലാസന്ധ്യ അരങ്ങേറി. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നുള്ളിപ്പാടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിന് തുടക്കമായി. ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി കരന്തക്കാട് ശ്രീ വീരഹനുമാൻ മന്ദിരത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കലവറ ഘോഷയാത്ര എത്തി. കാസർഗോഡ് ശ്രീ മല്ലികാർജുന ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് കലവറ ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. കരന്തക്കാട് ശ്രീ വീരഹനുമാൻ മന്ദിര പരിസരത്തു നിന്നും വാദ്യഘോഷങ്ങളോടുകൂടിയാണ് നുള്ളിപ്പാടി ക്ഷേത്രത്തിലേക്ക് കലവറ ഘോഷയാത്ര പുറപ്പെട്ടത്. ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. കേന്ദ്രം ബ്രഹ്മമാണ് എന്ന അടിസ്ഥാന തത്വം ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മോക്ഷവഴിയിലേക്കുള്ള പ്രയാണത്തിൽ മറ്റൊരു വഴിവിളക്കായി തെളിയിക്കെത്തുന്ന ഉള്ളിപ്പാടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശ വാർഷിക മഹോത്സവത്തിന് സമാരംഭം കുറിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരവും എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജിയുടെ പൂർണ്ണ അനുഗ്രഹത്തോടെയും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആശ്രയയുടെ മുഖ്യ കാർമ്മികത്വത്തിലും 6 ദിവസങ്ങളിലായാണ് ബ്രഹ്മകലശോത്സവം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശ്രീ മടിയൻ പൈലിങ്കാൽ പയങ്ങപ്പാടൻ തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. ശ്രീ മടിയൻ പൈലിങ്കാൽ പയങ്ങപ്പാടൻ തറവാട് കളിയാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. വിഷ്ണുമൂർത്തി, പടിഞ്ഞാറ്റ് ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു.
നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടക ഹാസനിൽ കൃഷിയിടത്തിൽ അടിമവേല. ഒരു മലയാളിയടക്കം 18 തൊഴിലാളികളെ കർണാടക പോലീസ് രക്ഷപ്പെടുത്തി. കാസർഗോഡ് ചിറ്റാരിക്കാൽ പരപ്പച്ചാലിൽ ലോറി പുഴയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. തമിഴ്നാട്ടിൽ നിന്ന് വളവുമായി വന്ന ലോറിയാണ് മറിഞ്ഞത്. ആരിക്കാടി ടോൾ പ്ലാസ ഇനിയും പൊളിച്ചു മാറ്റാത്തത് വാഹന ഡ്രൈവർമാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. അപരിചിതരായ ഡ്രൈവർമാർ ഇവിടെ എത്തുമ്പോൾ വാഹനങ്ങൾ നിർത്തുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അടുത്തെത്തുമ്പോഴാണ് ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നില്ലെന്ന കാര്യം അറിയുന്നത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹികൾക്ക് സ്വീകരണവും അനുമോദനവും നൽകി. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യമൊരുക്കുമെന്ന ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ മധുകർ റാവു. ശ്രീ മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കലവറ നിരക്കൽ ഘോഷയാത്രകൾ എത്തി. ദേശീയ ലങ്കടി ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം നേടിയവർക്കും പരിശീലകർക്കും കാസർഗോഡ് ജില്ലാ ലങ്കടി അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.